കർണാടകയിലെ അങ്കോലയിലെ മലയിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം 11ാം നാളിലേക്ക്. ഉത്തര കർണാടകയിലെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ്പ് ഡൈവേഴ്സ്. ഇപ്പോൾ ഇതാ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടറിയാനായി മമ്മൂട്ടി എത്തിയിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ സമാധാനം കിട്ടുന്നില്ല. അത്രയേറെ സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ നടന്നിരിക്കുന്നത്. ഒന്ന് നേരിൽ കാണണമെന്ന് തോന്നി. ദുഃഖമുണ്ടെന്നും മമ്മൂട്ടി അറിയിച്ചു. കുടുംബം പുലർത്താൻ വേണ്ടി 23 വയസ്സിൽ വലിയ വളയം പിടിച്ചു തുടങ്ങിയതാണ് അർജുൻ. 8 വർഷത്തോളമായി കിണാശ്ശേരിയിലെ മനാഫിൻ്റെ ലോറിയിൽ ഡ്രൈവറായിട്ട്. ദൂരയാത്രയൊക്കെ മിക്കവാറും ഒറ്റയ്ക്കായിരുന്നു. ഈ മാസം 8-ന് ബൽഗാമിലെ കൂപ്പിൽ തടിയൊടിക്കാൻ പോയതും ഒറ്റയ്ക്കു തന്നെ. ഷിരൂരിലെ 47-കാരനായ ലക്ഷ്മണ നായിക്കും ഭാര്യ ശാന്തിയും നടത്തുന്ന ചായക്കടയുണ്ട്. ചായക്കടയ്ക്ക് തൊട്ടടുത്തായാണ് ഗംഗാവലി പുഴ ഒഴുകുന്നത്. വളരെ മനോഹരമായ കാഴ്ചയും അന്തരീക്ഷവുമാണ് അവിടെ. യാത്രയിലെ ക്ഷീണമകറ്റുന്നവരും ലോറിക്കാരുമൊക്കെ അവിടെ തമ്പടിക്കാറുണ്ട്. പുഴയിൽ പോയി കുളിക്കാനും ലക്ഷ്മണ നായിക്കിൻ്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുമൊക്കെ അവിടെ സൗകര്യമുണ്ട്. അർജുൻ ജൂലൈ 16-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:50 ഷിരൂരിലെ ലക്ഷ്മയ്യരുടെ ചായക്കടയുടെ തൊട്ടുമുന്നിൽ വിശാലമായ പാർക്കിംഗ് സ്പേസിൽ എത്തുന്നു. അവിടെ കിടന്ന് ഉറങ്ങുന്നു. 5:30 മണിക്ക് സുഹൃത്ത് വന്ന് വിളിക്കുന്നു. അപ്പോൾ അർജുൻ സുഖനിദ്രയിലാണ്. ചില്ലുകളെല്ലാം അടച്ചിട്ട് ഭാരത് ബെൻസിൻ്റെ ലോറിയിലാണ് ഉറക്കം. അർജുനെ അവസാനം കണ്ട ലോറി ഡ്രൈവർ ഈശ്വരമംഗലം സ്വദേശിയായ സവാദ് പറയുന്നത് 5:30-ന് അർജുൻ അവിടെ സ്പോട്ട് ചെയ്തിരുന്നു. ഇരുവരും ഒരുമിച്ചാണ് ബൽഗാമിലെ കൂപ്പിൽ നിന്ന് ലോഡെടുത്ത് യാത്ര തുടങ്ങിയത്. മഴ പെയ്യുന്നെന്ന് പറയാനാണ് സവാദ് ലോറി നിർത്തി അർജുനെ വിളിച്ചത്. അപ്പോൾ സമയം പുലർച്ചെ 5:30. ചില്ലുവാതിൽ പൂട്ടി സുഖനിദ്രയിലായ അർജുൻ അതൊന്നും കേട്ടില്ല. സമയം 8:33. പെടുന്നനെ ഷിരൂർ കുന്ന് വലിയ ശബ്ദത്തോടെ ഇളകി അടർന്നു വീഴുന്നു. സുനാമി പോലെ വെള്ളം ഉയർന്നു പൊങ്ങുന്നു. മരങ്ങളെല്ലാം തകർന്നു വീണു. ദേശീയപാതയ്ക്ക് മുകളിലൂടെ മണ്ണിടിഞ്ഞ് ഗംഗാവലി പുഴയിലേക്ക് കുത്തിയൊഴുകി. പിന്നീടെന്ത് അർജുന് സംഭവിച്ചു എന്ന് വ്യക്തമല്ല. കരയിൽ നിന്നും 30 മീറ്റർ മാറി അടിത്തട്ടിൽ 15 അടി താഴ്ചയിൽ ലോറിയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കൂടുതൽ മണ്ണിമാന്തി യന്ത്രങ്ങളും ക്രെയിനുമൊക്കെ എത്തിച്ച് തിരച്ചിൽ തുടരുന്നു. ഏറ്റവും ഭയപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതും അവിടുത്തെ കാലാവസ്ഥയാണ്. അർജുനെയും ലോറിയെയും കണ്ടെത്താൻ ശ്രമിക്കുന്നതും മനുഷ്യനാണ്. അവരെ കാണുമ്പോഴും ഭയമാണ്. അവർക്കുമുണ്ട് കുട്ടികളും കുടുംബവുമൊക്കെ. എന്നാൽ അതൊക്കെ മറന്ന് അർജുനു വേണ്ടി ഈ കാലാവസ്ഥയിലും തിരയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഷിരൂരിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് പെയ്യുന്ന കനത്ത മഴയാണ്. ലോകാത്ഭുതങ്ങളിലൊന്നായ വാർത്ത തന്നെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ.